ബാഹുബലി സെക്കൻഡ് പാർട്ട്. വിജയേന്ദ്ര പ്രസാദ് തെലുങ്ക് സിനിമയുടെ മന്നൻ, മകൻ രാജമൗലി ലോക സിനിമയെ ഞെട്ടിച്ച ബാഹുബലി എന്ന നയനവിസ്മയം തീർത്ത ഇന്ത്യൻ സംവിധായകൻ, 250 കോടി വാരിയെറിഞ്ഞ് 600 കോടിയിലേറെ വെട്ടിപ്പിടിച്ച ഫിലിം മേക്കർ. കേരളവുമായുള്ള ബന്ധം തുടങ്ങുന്നത് ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ കാണാനുള്ള യാത്രയിലാണ്. ട്രെയിൻ യാത്രയിൽ പാലക്കാടിന്റെ മണ്ണിലെത്തി ഉണരുമ്പോൾ കേരളം അദ്ദേഹത്തിനായി എന്തെല്ലാമോ കരുതിവെച്ച ഒരു അനുഭവമായിരുന്നു അത്രേ. ഈ ഹരിതവനങ്ങളിലും പ്രകൃതി സൗന്ദര്യത്തിലും ആകൃഷ്ടനായ അദ്ദേഹം സിംഹാദ്രി എന്ന ചിത്രവുമായി ആദ്യം തിരുവനന്തപുരത്തെത്തിയെങ്കിലും ആരാലും ശ്രദ്ധിക്കപ്പെടാതെയാണ് മടങ്ങിയത്. എന്നിരുന്നാലും രാജമൗലിയെ തിരിച്ചറിയുന്നവർ, അദ്ദേഹത്തിന്റെ പ്രതിഭയറിയുന്നവർ നമ്മുടെ മലയാളക്കരയിലുണ്ടായിരുന്നു. ലോകത്തെ ത്രസിപ്പിച്ച ബാഹുബലി തൃശൂർ ജില്ലയിലെ ചാലക്കുടി ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി പകർത്താൻ തുടങ്ങിയപ്പോൾ തന്നെ വാർത്തയിൽ ഇടം നേടിക്കൊണ്ടിരുന്നു. പ്രഭാസ് എന്ന നടൻ അഭിനയത്തിന്റെ ബാഹുബലിയായി ജ്വലിച്ചുയർന്നു. ബാഹുബലിയുടെ 2ാം ഭാഗത്തിലൂടെ വീണ്ടും കേരളത്തിന്റെ ഭൂപടത്തെ ലോകനെറുകയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് രാജമൗലി. ഹരിഹരൻ, MT വാസുദേവൻ നായർ മമ്മൂട്ടി ടീമിന്റെ പഴശ്ശിരാജ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തിയിലേക്കുയർന്ന കണ്ണൂരിലെ കണ്ണവം വനമേഖലയാണ് ബാഹുബലിയുടെ 2ാം ഭാഗത്തിന് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. ചാലക്കുടിയിലേക്ക് വീണ്ടും ചിത്രീകരണത്തിനായി വന്നപ്പോൾ അവിടെയുണ്ടായ ചില അസ്വസ്ഥതകളാണ് അദ്ദേഹത്തെ ലൊക്കേഷൻ മാറാൻ പ്രേരിപ്പിച്ചത്. പ്രൊഡക്ഷൻ കൺട്രോളർ അരവിന്ദനാണ് അദ്ദേഹത്തിന് കണ്ണൂരിലെ കണ്ണവം വനപ്രദേശം പരിചയപ്പെടുത്തുന്നത്. കലാസംവിധായകൻ സാബു സിറിളുമായി എത്തിയ രാജമൗലിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല. വളരെ രഹസ്യസ്വഭാവം പുലർത്തേണ്ട ബാഹുബലിയുടെ 2ാം ഭാഗം രഹസ്യമായി തന്നെ ക്യാമറയിലേക്ക് പകർത്താൻ കഴിയുന്നതിനാലും വളരെ ശാന്തസുന്ദരമായതുകൊണ്ടും ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി കൂടെ ഭാര്യയും മകനും ഉള്ളതുമെല്ലാം അദ്ദേഹത്തെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നു.